ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ കത്തി നിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് വളരെ പ്രാധാന്യപ്പെട്ട ചില വാർത്തകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് മെഷീൻ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ചില ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ആകെയുള്ള 543 മണ്ഡലങ്ങളിലെ 347 മണ്ഡലങ്ങളിലും ആകെ പോൾ ചെയ്ത വോട്ടും എണ്ണിയ വോട്ടുകളും തമ്മിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഇലക്ഷൻ കമ്മീഷന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചതുമാണ്. ഇതിനു പിന്നാലെ വളരെ ഗൗരവമേറിയ മറ്റൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ദേശീയ മാധ്യമമായ ദി ക്വിന്റ്. ഏത് തിരഞ്ഞെടുപ്പ് നടന്നാലും അതിൽ ഉപയോഗിച്ച VVPAT സ്ലിപ്പുകൾ ഒരു വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കണമെന്ന നിയമത്തെ കാറ്റിൽ പറത്തി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച VVPAT സ്ലിപ്പുകൾ 4 മാസത്തിനകം തന്നെ നശിപ്പിക്കപ്പെട്ടു എന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ദി ക്വിന്റ്. വോട്ടിംഗ് മെഷീൻ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെ പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ടുകൾ ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. അധികാരം ഉപയോഗിച്ച് നിയമത്തെ അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാർ ഒരു കാര്യം ഓർക്കണം: സത്യങ്ങൾ എപ്പോഴായാലും പുറത്തു വരും, അതെത്ര വൈകിയാണെങ്കിലും. 1961 തിരഞ്ഞെടുപ്പ് ചട്ടം അനുസരിച്ച് ഏത് തിരഞ്ഞെടുപ്പിലും ഉപയോഗിച്ച VVPAT സ്ലിപ്പുകൾ ഒരു വർഷം വരെ സൂക്ഷിക്കണം. അതിനുശേഷം മാത്രമേ നശിപ്പിക്കാൻ പാടുള്ളൂ. എന്നാൽ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച VVPAT സ്ലിപ്പുകൾ ഫലപ്രഖ്യാപനം കഴിഞ്ഞ് 4 മാസത്തിനുള്ളിൽ നശിപ്പിക്കപ്പെട്ടുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഡൽഹി തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറാണ് VVPAT സ്ലിപ്പുകൾ നശിപ്പിക്കപ്പെട്ടതായി മറുപടി നൽകിയത്. 2019 സെപ്റ്റംബർ 24 രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയ കത്തിൽ VVPAT സ്ലിപ്പുകൾ നശിപ്പിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഹിമാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ VVPAT വോട്ടുകളും EVM വോട്ടുകളും തമ്മിൽ പൊരുത്തക്കേടുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൽ 2019 ജൂലൈയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. ഈ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കമ്മീഷൻ നൽകിയിരിക്കുന്ന മറുപടി. ഇപ്പോൾ നശിപ്പിക്കപ്പെട്ട VVPAT സ്ലിപ്പുകളിൽ ഈ സംസ്ഥാനത്ത് നിന്നുള്ളതും ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ VVPAT സ്ലിപ്പുകൾ നശിപ്പിക്കാൻ ഉത്തരവ് കൊടുത്ത സംസ്ഥാനങ്ങളിൽ ഇവയും ഉൾപ്പെടുന്നുണ്ട് എന്നും ക്വിന്റിൽ റിപ്പോർട്ട് ചെയ്യുന്നു. വോട്ട് രേഖപ്പെടുത്തിയത് ഉദ്ദേശിച്ച അതേ സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ എന്ന് വോട്ടർക്ക് ഉറപ്പുവരുത്തുന്നതിനാണ് VVPAT സ്ലിപ്പുകൾ. ഈ സ്ലിപ്പിൽ വോട്ടർ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിയുടെ പേര് ഇല്ലെങ്കിൽ ഉടൻ തന്നെ തിരഞ്ഞെടുപ്പ് ഓഫീസറെ വിവരം അറിയിക്കാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.